നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വീണ വിജയനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്, എക്സാലോജിക് കമ്പനിയുടെ ഉടമസ്ഥയായ വീണ വിജയന് കരിമണൽ കർത്തയിൽ നിന്ന് CMRL നിന്ന് 1.72 കോടി രൂപ മാസപ്പടിയായി കിട്ടി. അതെന്തിന് കിട്ടി, എന്ത് സേവനത്തിനാണ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. വീണയെ സംരക്ഷിക്കാൻ CPM തുനിഞ്ഞിറങ്ങുമ്പോഴും ആ ചോദ്യത്തിന് ഇതുവരെ ആരിലും ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നൊക്കെ നിരവധി തവണ പറഞ്ഞുവെങ്കിലും ഈ മകൾക്ക് എന്ത് സേവനത്തിനാണ് ഈ 1.72 കോടി രൂപ കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് ഒരിടത്തും മുഖ്യമന്ത്രിയോ മകളോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രകരമായ കാര്യം. എന്തായാലും SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തും ആലുവയിലെ CMRന്റെ ഓഫീസിലുമൊക്കെ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം KSIDCയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് മാറുകയാണ്. എക്സാലോജിക്കിലേക്ക് എത്തുമ്പോൾ കൃത്യമായ വിവരങ്ങളും രേഖകളും ഒക്കെ വീണ വിജയൻ SFIOയുടെ മുന്നിലേക്ക് ഹാജരാക്കേണ്ടി വരും. അതിൽ ഭയന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കർണാടക ഹൈക്കോടതിയിൽ SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ KSIDC ഇത്തരത്തിലൊരു ഹർജി കേരള ഹൈക്കോടതിയിൽ നടത്തിയിരുന്നു, കേരള ഹൈക്കോടതിയുടെ മുൻപാകെ സമർപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോൾ കോടതി ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കുവാനുണ്ടോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭയമില്ല എന്ന് KSIDC പറഞ്ഞപ്പോൾ പിന്നെ അന്വേഷണത്തെ നേരിടൂ, രേഖകൾ ഹാജരാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ വീണ വിജയന്റെ ചോദ്യം ചെയ്യലിലേക്ക് തന്നെ ഈ ഒരു മാസപ്പടി വിവാദം ചെന്നെത്തി നിൽക്കും. ജനുവരി 31-നാണ് ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത്. ഫെബ്രുവരി 6-ന് തന്നെ SFIO അന്വേഷണവുമായി രംഗത്തെത്തി. നിരവധി ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതായത് വലിയ വരുമാനമില്ലായിരുന്ന CMRL എങ്ങനെയാണ് പെട്ടെന്ന് ലാഭത്തിലേക്ക് കുതിച്ചത്, വീണ വിജയന്റെ പങ്ക് എന്താണ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട SFIO അന്വേഷിക്കുന്നത്. മാത്രമല്ല വീണ വിജയൻ കമ്പനി തുടങ്ങുന്ന സമയത്ത് വീണ വിജയൻ കൊടുത്തിരിക്കുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സാണ്. സ്വന്തമായി വീട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും കമ്പനി തുടങ്ങാനായി കൊടുത്തിരിക്കുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ എവിടെ നിന്നാകും ചോദ്യം ചെയ്യുക, ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കമ്പനി ബാംഗ്ലൂരിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2022 കമ്പനി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമോ, അതോ വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, ക്ലിഫ് ഹൌസിൽ ചോദ്യം ചെയ്യൽ നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ ഉടനടി ഉണ്ടാകും. അത് പിന്നെ അറസ്റ്റിലേക്ക് നയിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നേരത്തെ ഈ CPMവുമായി ബന്ധപ്പെട്ട ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പ്രശ്നം വന്നപ്പോഴും VS അച്യുതാനന്ദന്റെ മകന്റെ പ്രശ്നം വന്നപ്പോഴും ഒക്കെ പാർട്ടി പറഞ്ഞത് പാർട്ടി വേറെ കുടുംബം വേറെ എന്നാണ്. ബിനീഷ് കോടിയേരിയുടെ കാര്യം വന്നപ്പോൾ അത് മയക്കുമരുന്ന് കേസാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഈ വീണയുടെ കാര്യം പോലെ ബിനീഷിന്റെ കേസിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ വരെ പറയുന്നത്. വീണയുടെ കാര്യം അങ്ങനെയല്ല. അതായത് വീണയിലൂടെ മുഖ്യമന്ത്രിയാണ് പലരും ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് CPMലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ 2-3 ദിവസം കൊണ്ട് ഈ മുതിർന്ന നേതാക്കൾ ആരും പ്രതികരിച്ചു കണ്ടില്ല എന്നുള്ളതാണ്. അതായത് എക്സാലോജിക്കിന്റെ പടിവാതിൽക്കൽ SFIO എത്തി നിൽക്കുമ്പോൾ, കൂടുതൽ തെളിവുകൾ അവർ ശേഖരിക്കുമ്പോൾ, CMRൽ നിന്ന് പരസ്പര വിരുദ്ധ മൊഴികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, നിർണായക വിവരങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്, പല തെളിവുകളും അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എക്സാലോജിക്കിൽ നിന്ന് എന്തൊക്കെയാകും അവർ എടുക്കാൻ പോകുന്നത്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർണായക വിവരങ്ങളായിരിക്കും എക്സാലോജിക്കിൽ നിന്ന് കിട്ടുക. മാത്രമല്ല ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് ഈ എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിന്റെ കൃത്യമായ വിവരങ്ങളും തെളിവുകളും കാണിക്കേണ്ടി വരും. അങ്ങനെ അല്ല എന്ന് ഇന്നലെ ഷോൺ ജോർജ് തന്നെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയ സ്ഥിതിക്ക്
കൃത്യമായ വിവരങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ വീണയുടെ അറസ്റ്റിലേക്കും വീണയുടെ ചോദ്യം ചെയ്യലിലേക്കും എത്തുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇത്രയും നാൾ പറഞ്ഞ കള്ളങ്ങളുടെ മുകളിൽ നിന്ന് ഒറ്റയടിക്ക് താഴെ വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് CPM-ന് പിണറായിയും മകളെയും കൊണ്ട് അടിപതറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സഹാക്കൾ പോയിരിക്കുന്നത്. പിന്താങ്ങണം എന്നുമുണ്ട്, പക്ഷെ പിന്താങ്ങിയാൽ എന്താണ് വരാൻ പോകുന്ന പണി എന്നുള്ളത് അവരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ എവിടെയായിരിക്കും? ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു ആശങ്കയുള്ളത്. അത് AKG സെന്ററിലായിരിക്കുമോ ക്ലിഫ് ഹൌസിലായിരിക്കുമോ എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. എന്തായാലും SFOയുടെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്തെ KSIDCയുടെ ഓഫീസൊക്കെ അരിച്ചു പെറുക്കിയെടുത്തപ്പോഴാണ് വീണയ്ക്ക് ഭയം ജനിച്ചത്. ഇനി അടുത്ത് തന്നിലേക്കായിരിക്കും ഇതെത്തുന്നത്. അങ്ങനെ എത്തുന്നതിന് മുന്നേ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും പല കള്ളങ്ങളും പുറത്ത് വരും. കാരണം ഈ മാസപ്പടി നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയത് എന്തിന് എന്നുള്ള ചോദ്യം വരും. അതിലൂടെ കോടികൾ മറിഞ്ഞതിന്റെ കഥകളൊക്കെ SFOയുടെ അടുത്ത് പറയേണ്ടി വരും. അതിലൂടെ പല വിവരങ്ങളും പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു SFO എത്തുന്നതിന് മുന്നേ ഒരു തടയിടുക എന്നുള്ളതാണ് വീണയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ തടയിടലാണ് കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ ഈ ഒരു സ്റ്റേയുമായി മുന്നോട്ട് പോയത്. അവിടെ കോടതി കൃത്യമായി ഇത് പരിഗണിക്കും. കാരണം ബാംഗ്ലൂരിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് എന്നാണ് പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ കുറെ നികുതി പണം ഈ ഒരു വീണയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സഹാക്കന്മാർ ഒഴുക്കി കളയുന്നുണ്ട്. ഇനി SFO കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരുമ്പോൾ പിണറായിയും റിയാസും വീണ വിജയനും ഒക്കെ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ലളിതമായ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയാത്തതാണ് CPM-നെ ഇത്രത്തോളം അടിപതറിപ്പിക്കാനുള്ള കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് എന്ത് സേവനത്തിനാണ് വീണ വിജയൻ പണം വാങ്ങിയത്? ഈ ഒരൊറ്റ ലളിതമായ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടാതെ ഇപ്പോഴും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ആയാലും കോൺഗ്രസ് ആയാലും സഹാക്കന്മാർ കോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങളായാലും ഒക്കെ ചോദിക്കുന്നത് ആ ലളിതമായ ഒരു ചോദ്യം, എന്ത് സേവനത്തിനാണ് വീണ വിജയൻ 1.72 കോടി രൂപ കൊടുത്തത്? ആ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് SFOയും ഇങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു അന്വേഷണത്തിന്റെ ഒടുവിൽ പിണറായിയും മകളും കുടുങ്ങുമോ, അതോ മകൾ മാത്രം അറസ്റ്റിലേക്ക് എത്തുമോ, മകളെ ചോദ്യം ചെയ്യുമോ? കൂടുതൽ വിവരങ്ങൾ, നമ്മളൊന്നും അറിയാത്ത കൂടുതൽ പണമിടപാടുകൾ, കൂടുതൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ CMRL-ഉം KSIDC-യും ഈ എക്സാലോജിക്കുമായി നടന്നിട്ടുണ്ടോ? അത്തരത്തിൽ വലിയ പണമിടപാടുകൾ ഒഴുകിയിട്ടുണ്ടോ? ഇതൊരു കള്ളപ്പണമാണോ? തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഉടൻ തന്നെ അത് വരും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. SFO കൃത്യമായ അന്വേഷണവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.